നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ 90 ബില്യൺ യൂറോയുടെ ഡീലാണ് സൈൻ ചെയ്തത്. പക്ഷെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം നമുക്ക് അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവറും റിസർച്ചും ഇല്ലാതായിപ്പോയി. എന്തുകൊണ്ടാണ് ഇന്ത്യ എയിൽ പുറകിലോട്ട് പോയത്? രുചിർ മേത്ത എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അത് ഇന്ത്യയിൽ ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത്, അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു റിസർച്ച് നടന്നില്ല. അതതിൻ്റെ കാര്യം. ഇതിനൊക്കെ ഫണ്ട് ചെയ്യേണ്ട ഗവൺമെൻറ്റാണ്. അമേരിക്ക വർഷങ്ങളോളം നിന്നാണ് ഇത് ഫണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പ് കമ്പനികളെല്ലാം അമേരിക്കൻ കമ്പനികളായത്. എൻവിഡിയ നിങ്ങൾക്കറിയാം, ഒരു ചിപ്പ് കമ്പനിയാണ്. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ആ കമ്പനി എന്ന് പറയുന്നത് $1 ട്രില്യണിലോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് $1 ട്രില്യൺ പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് 4.5 ബില്യണേ വരുന്നുള്ളൂ, 4.5 ട്രില്യണേ വരുന്നുള്ളൂ ഒരു രാജ്യത്തിൻ്റെ. ഒരു അമേരിക്കയിലൊരു കമ്പനി, അതായത് എൻവിഡിയ കമ്പനിയുടെ അവരുടെ നെറ്റ് വർത്താണ് 1 ട്രില്യണിലോട്ട് പോകുന്നത്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുള്ള വലിയ സംഭവം ഗ്ലോബലായിട്ട്, ഗ്ലോബൽ മാർക്കറ്റിലും ജോബ് മാർക്കറ്റിലും ഉണ്ടായേക്കുന്നത്. അതായത് വരാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാരെ മുഴുവനും പിഴിയാൻ പോവുകയാണ് ഈ പറയുന്ന വിദേശ അമേരിക്കൻ കമ്പനികൾ. നമുക്കൊരു പുല്ലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ സാധനം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. കാരണം ഇറാൻ, ഇസ്രായേൽ, അമേരിക്കൻ ഈ വാറുമായി ബന്ധപ്പെട്ട് വെപ്പണൈസേഷൻ, വെപ്പൺ എങ്ങനെ യൂസ് ചെയ്യണം, അത് മുഴുവനും AI മോഡലിലോട്ടാണ് ഇത് പോയിരിക്കുന്നത്. അതായത് ഗ്ലോബലായിട്ട് വരാനുള്ള ദിവസം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ലൈഫ് മുഴുവനും AIയിലോട്ട് പോവുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ AI, നിങ്ങൾ ഉപയോഗിക്കുന്ന കാർ AI എന്ന് ഉറപ്പായിട്ടും. മൊബൈൽ ഏകദേശം 90% AI. ഏത് സാധനം നിങ്ങൾ എടുക്കുക, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് പോലും AI ടൂളിലോട്ട് അങ്ങ് പോകും. ഫ്രിഡ്ജ് AI ടൂളിൽ പോകും, മൈക്രോവേവ് AI ടൂളിലോട്ട് പോകും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യയിലെ പണം, അതായത് ഇന്ത്യക്കാരുടെ സബ്സ്ക്രിപ്ഷൻ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ത്യക്കൊരു കുന്തവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഫർദർ ഫ്യൂച്ചറിൽ ഈ പറയുന്ന AI ബന്ധപ്പെട്ട് ഒരാൾക്കാരും ഇന്ത്യയിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ 100% കൺഫേമായ. കാരണം ഇന്ത്യക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്കാരായിട്ട് വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിട്ടുള്ളവർ, അതായത് സ്റ്റുഡൻസായിട്ട് AI പറ്റി പഠിച്ച് റിസർച്ചൊക്കെ ചെയ്ത്, കാരണം അമേരിക്കയിലും മറ്റ് യൂണിവേഴ്സിറ്റിയും പഠിച്ചവരെയൊക്കെ തായ്വാനും വിയറ്റ്നാമും ചൈനയും അങ്ങ് കൊണ്ടുപോവുക.